മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെയെന്ന് സൂചന. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലായിരിക്കും ചടങ്ങ്. സർക്കാർ രൂപീകരണത്തിന് മുന്നോടി എൻസിപി നേതാവ് അജിത് പവാറും ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും ഇന്ന് MLA-മാരുടെ യോഗം വിളിച്ചു. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ വഹിച്ചത്. ശ്രീനാഥ്, ഇപ്പോൾ നമ്മൾ ഹരിയാനയിലടക്കം അങ്ങനെ ഒരു BJP വിജയം ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളുകളും ആരും പറഞ്ഞതല്ല, അത്രത്തോളം വലിയ വിജയമുണ്ടാക്കി. ഇപ്പോൾ മഹാരാഷ്ട്രയിലും ചില എക്സിറ്റ് പോൾ പറഞ്ഞാണെങ്കിൽ കൂടിയും ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാക്കുന്നു മഹായുതി. ഉറപ്പായും അത് പ്രതിപക്ഷത്തിന് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഈ തിരിമറി എന്ന ആരോപണം എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്? ഹാഷ്മി, ഇന്നോളമുള്ളതിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിജയമാണ് BJP നേടിയിരിക്കുന്നത്. അവർക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സീറ്റ് നിലയുണ്ടായി. മാത്രമല്ല, പ്രതിപക്ഷത്തിന് ഒരു പ്രതിപക്ഷ നേതൃനിര പോലും നേതൃസ്ഥാനം പോലും അവകാശപ്പെടാൻ കഴിയാത്ത വിധമുള്ള വലിയ വീഴ്ചയാണ് അവർ വീഴുകയും ചെയ്തത്. ഏതായാലും സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുന്നു. ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യമാണ് അറിയേണ്ടത്. ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാകും എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിലും അറിയാൻ വേണ്ടി കഴിയുന്നത്. BJP ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള സാധ്യത കാണുന്നില്ല. മാത്രമല്ല, RSSന്റെ കൂടി ഒരു പിന്തുണ ഈ കാര്യത്തിലുണ്ട്. എന്നാൽ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ പകരം ഉണ്ടാകും എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്നാൽ ഷിൻഡെ വിഭാഗം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടത്തുന്നുണ്ട് എന്ന് തന്നെ വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിൽ എത്ര വിട്ടുവീഴ്ച BJP നൽകും എന്നത് അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ പോലെ അജിത് പവാർ ഈ ഉപമുഖ്യമന്ത്രിയായി ഈ സർക്കാരിൽ ഉണ്ടാവുകയും ചെയ്യും. നാളെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ നടക്കും എന്നതാണ് അറിയുന്നത്. പ്രതിപക്ഷ നിരയിലേക്ക് വന്നാൽ അവർ ഈ തോൽവിയുടെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല. ഇങ്ങനെ ഒരു തോൽവി ഒരു ഘട്ടത്തിലും ആരും, ഒരുപക്ഷെ BJP നേതാക്കൾ പോലും ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ച് കാണില്ല. അത്തരത്തിലുള്ളൊരു വിജയമാണ് ഉണ്ടായത്. പല കാരണങ്ങൾ അവർ ഈ പ്രതിപക്ഷം ഇങ്ങനെ ഉന്നയിക്കുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസ്ഥാനമാകെ യാത്ര ചെയ്ത് ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളൊക്കെ നയിച്ച ആളാണ്. അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ അദാനി വലിയ തോതിൽ പണമൊഴുക്കിയും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മറ്റ് EVM-ൽ പോലും തിരിമറി നടത്തിയെന്നൊരു ആരോപണം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ അവർ കണ്ടെത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സംഘടനാ തലത്തിൽ ഈ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് അവർ തെരഞ്ഞെടുപ്പിൽ നേരിട്ടപ്പോൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ തർക്കം, അമിതമായ ആത്മവിശ്വാസം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം മുൻനിർത്തി അവർക്ക് ഉണ്ടായത്, അങ്ങനെ പല കാരണങ്ങൾ മറ്റു പലതുമുണ്ട്. ഏതായാലും ഈ തോൽവിയിൽ നിന്ന് ഇനി എങ്ങനെ തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു അവ്യക്തത ആ മുന്നണിയിൽ ഏതായാലും കാണാനുണ്ട്. ആ മുന്നണിയിലെ 3 പാർട്ടികളുടെയും ക്യാമ്പ് ഏതാണ്ട് നിശബ്ദമായി തന്നെ ഈ സമയം നിൽക്കുന്നുമുണ്ട്. വലിയ തിരിച്ചടിയാണ് ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നതും. ഹാഷ്മി, ഓക്കെ. ശ്രീനാഥ് ചന്ദ്രനാണ് അവിടുത്തെ മഹാരാഷ്ട്രയിലെ ഡെവലപ്മെൻറ്റ്സിൻ്റെ വിവരങ്ങൾ